നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കറിയാം 2025 നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CPO ഡ്രൈവർ, അതുപോലെ തന്നെ WCPO ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ് ഡ്രൈവറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബർ അവസാനത്തോടുകൂടി വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡ്രൈവർ എക്സാമിനേഷൻസ് വരുന്നു എന്നുള്ള കാര്യം 100% അല്ല 150% ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നോളജ് ഫാക്ടറി PSC നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മുതൽ നമ്മുടെ ഡ്രൈവറിന്റെ ബാച്ച് ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡ്രൈവർ ബാച്ച് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. എല്ലാ ഡ്രൈവർ പരീക്ഷകളിലും കൃത്യമായിട്ട് ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988 എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും PSC നോട്ടിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും സംസാരിച്ച സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് അല്ലെങ്കിൽ എന്താണ് MV ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷൻസിന് അതിപ്പോ നമ്മുടെ CPO ഡ്രൈവർ ആയിക്കോട്ടെ, WCPO ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സിലേക്കുള്ള നമ്മുടെ ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ ആയിക്കോട്ടെ, ഏതായാലും ഈ പറയുന്ന MV ആക്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പൊ എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് ചോദിച്ചാല് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന MV ആക്ട് വരുന്ന വർഷം. ഏത് വർഷമാണ് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് പാസ്സായത് എന്ന് ചോദിച്ചാൽ 1988 എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് പാസ്സായി? നമ്മുടെ മോട്ടോർ വാഹന നിയമം എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയില് വാഹനങ്ങളുടെ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഗതാഗതത്തിനും നിയമപരമായിട്ടുള്ള ചട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണമാണ് എന്തെന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട്. അപ്പൊ എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ട്? എവിടെയാണ്? ഇന്ത്യയില് വാഹനങ്ങളുടെ നിയന്ത്രണത്തിനും മോട്ടോർ വാഹനങ്ങളുടെയൊക്കെ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഗതാഗതത്തിനും നിയമപരമായിട്ടുള്ള ചട്ടങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണമാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രമാണ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വരുന്ന ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? വാഹനങ്ങളുടെയൊക്കെ ഈ പറയുന്ന മോഡിഫിക്കേഷൻസിനും കാര്യങ്ങൾക്കും അതുപോലെ പുതിയ പുതിയ നിയമങ്ങൾക്കും അനുസരിച്ച് അതിനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ, MV ആക്ട് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് എന്തിനൊക്കെ കുറിച്ച് ബാധിക്കുന്നു അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ രജിസ്ട്രേഷൻ, കേട്ടോ, വെഹിക്കിൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വാഹന രജിസ്ട്രേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, എന്താണ്, വാഹനങ്ങളുടെയൊക്കെ ഇൻഷുറൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിലെ സുരക്ഷാ നിയമങ്ങൾ. ഓക്കെ. അപ്പൊ എന്താണ് റോഡ് സേഫ്റ്റി റൂൾസ് എന്ന് പറയും. റോഡ് സേഫ്റ്റി റൂൾസ്. ഓക്കെ, അതാണ് റോഡ് സേഫ്റ്റി റൂൾസ്. ഓക്കെ. അപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് എന്തിനെയൊക്കെ കുറിച്ചാണ് അവർ പ്രതിപാദിച്ചിട്ടുള്ളത്? ഒന്ന്, ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. 2, വെഹിക്കിൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. 3, ഇൻഷുറൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. 4 എന്ന് പറയുന്നത് എന്താണ്? റോഡ് സേഫ്റ്റി റൂൾസ് അല്ലെങ്കിൽ റോഡ് സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5ാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ട്രാഫിക് ചട്ടലംഘനങ്ങൾ. എന്താണ് ട്രാഫിക് ചട്ടലംഘനങ്ങൾ എന്ന് പറയും. ഓക്കെ, നമുക്ക് ട്രാഫിക് ചട്ടലംഘനങ്ങൾ. ലംഘനം. ട്രാഫിക് ചട്ടലംഘനത്തെ കുറിച്ചും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗതാഗത നിയമ ലംഘനങ്ങളെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? റോഡ് സേഫ്റ്റി റൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഗതാഗത നിയമ ലംഘനങ്ങളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് പറയുന്നുണ്ട്. ഗതാഗത നിയമ ലംഘനത്തെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് എന്തിനൊക്കെ കുറിച്ചാണ് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടില് പ്രതിപാദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നെന്താണ്?
ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, വണ്ടികളുടെ രജിസ്ട്രേഷൻ വെഹിക്കിൾ രജിസ്ട്രേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, വെഹിക്കിൾ ഇൻഷുറൻസുകൾ വണ്ടികളുടെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി റൂൾസ് അല്ലെ റോഡ് സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് ചട്ടങ്ങൾ ലംഘിച്ചാൽ അല്ലെങ്കിൽ ട്രാഫിക് ചട്ടലംഘനത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഗതാഗത നിയമ ലംഘനത്തെ കുറിച്ചും എന്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന 1988 വരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് 2019 എന്ത് ചെയ്യുന്നു, 2019 എന്ത് ചെയ്യുന്നു, ഭേദഗതികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മോട്ടോർ വാഹന നിയമം 2019 ഭേദഗതി ചെയ്യപ്പെട്ടതോടുകൂടി പിഴകളുടെ തോത് വർദ്ധിപ്പിക്കുകയും റോഡുകളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് കൂടുതൽ ചട്ടങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1988 ഞാൻ പറഞ്ഞു, പുതിയ നിയമങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറണം അല്ലെ. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 88 നിയമം 1988 നിയമം ഏത് വർഷം മാറുന്നു, 2019 എന്ത് ചെയ്യുന്നു, ഭേദഗതികൾ ചെയ്യുന്നു. ഇത് ഭേദഗതി ചെയ്തതോടുകൂടി ഒരുപാട് നിയമങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുകയും പിഴകളുടെയൊക്കെ തോത് 100 രൂപ കടന്ന പെറ്റിയൊക്കെ 500 രൂപയും 1000 രൂപയും 5000 രൂപ വരെയൊക്കെ പെറ്റികൾ വരാനായിട്ട് തുടങ്ങി അല്ലേ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങളൊക്കെ മാറ്റിയത് എന്ത് മുഖാന്തരമാണ്, ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് വഴിയാണ്. ഓക്കെ അല്ലേ കാര്യങ്ങള്? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഡ്രൈവറിന്റെ ബാച്ചിനകത്ത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഈ ടോപ്പിക് ഓക്കെ അല്ലേ, നമ്മൾ ഈ പറഞ്ഞൊരു തുടക്കത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷന്റെ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, വെഹിക്കിൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഷുറൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്, റോഡ് സേഫ്റ്റി റൂൾസിനെ കുറിച്ചും ട്രാഫിക് ചട്ടലംഘനത്തെ കുറിച്ചും ഗതാഗത നിയമത്തെ കുറിച്ചൊക്കെ എന്ത് പറയുന്നുണ്ട്, നിയമലംഘനത്തെ കുറിച്ചും ഒക്കെ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് CPO അതുപോലെ തന്നെ WCPO ഡ്രൈവർ അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ എക്സാമിനേഷന്റെ ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന CPO ഡ്രൈവർ ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. ഇതിന്റെയൊക്കെ വീഡിയോ ക്ലാസ്സുകൾ, ഓഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. PDF നോട്ടുകൾ കിട്ടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ കിട്ടും, മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ വരുന്ന ഒരു കമ്പൈൻഡ് ബാച്ച് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, 700 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. 1 ടൈം പേയ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 996111697272. നമ്മുടെ ഈ യൂട്യൂബിൽ കൊടുക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ അതേ ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിനകത്ത് ലഭ്യമാകുക കേട്ടോ. അപ്പോൾ CPO ഡ്രൈവർ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതാണ് കാര്യങ്ങൾ. ഫയർഫോഴ്സ് ഡ്രൈവർ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാനും നമുക്ക് ബാച്ച് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫയർഫോഴ്സ് ഡ്രൈവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. 400 രൂപയാണ് അതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന നമ്പർ കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സ്ആപ്പ് നമ്പറാണ്. പേയ്മെന്റ് ചെയ്തിട്ട് ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നിങ്ങൾ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാമല്ലോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോട്ടോർ വാഹന നിയമം ഏത് വർഷമാണ് പാസ്സായത് എന്ന് ചോദിച്ചാൽ അത് 1988 എന്ത് ചെയ്യുന്നു, പാസ്സാവുന്നു അല്ലെ. 1988 മോട്ടോർ വാഹന നിയമം പാസ്സാവുന്നുണ്ട്. എന്നാൽ മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നത് അടുത്ത വർഷം തന്നെയാണ്. 1989 എന്ത് ചെയ്യുന്നു, അടുത്ത വർഷം തന്നെ മോട്ടോർ വാഹന നിയമം നിലവിൽ വരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇവിടെ നമുക്ക് ചെറിയൊരു തട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പഴയ പറഞ്ഞുതരാം. ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഓക്കെ, 18 വയസ്സാണ്. ഇതുപോലൊരു ചോദ്യം നമ്മൾ താഴോട്ട് പോകുമ്പോൾ പഠിക്കും. അത് ഏത് ചോദ്യമാണെന്നും ഇതെങ്ങനെ വ്യത്യാസം വരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യം എന്തായാലും ഇപ്പോൾ പഠിച്ചു വെച്ചേക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സാണ്. എന്നാലും ലേണേഴ്സ് നമ്മുടെ ലൈസൻസ് ലഭിക്കാനുള്ള പ്രായം എത്രയാണ്? 16 വയസ്സാണ്. ശ്രദ്ധിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എത്രയാണ്? 18 വയസ്സാണ്. എന്നാൽ ലേണേഴ്സ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ അത് 16 വയസ്സാണ്. എന്നാൽ
ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. പൊതുഗതാഗത വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ്സും ലോറിയും കാര്യങ്ങളും പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും ടാക്സീസും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 20 വയസ്സാണ്. ഈ 3 ചോദ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ്, നോർമൽ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളൊക്കെ എടുത്ത് നമുക്കറിയാം 18 വയസ്സിലാണ്. 16 വയസ്സ് ആയപ്പോഴേ ലേണേഴ്സ് എടുത്ത് വണ്ടി ഓടിക്കുന്നവരെ നമുക്കറിയാം. എന്നാൽ റോഡില് നമുക്കറിയാം കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധമുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് പൊതുഗതാഗത വാഹനങ്ങളാണ്. ഈ പറയുന്ന പൊതുഗതാഗത വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മെച്യൂരിറ്റി ആവണം. 18 വയസ്സ് പോരാ, അത് 20 വയസ്സായി മാറണം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ അല്ലേടാ? ഓക്കെ. അപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മതി, എന്നാൽ ലേണേഴ്സ് മതി എന്നുണ്ടെങ്കിൽ അതിന് 16 വയസ്സ് മതി. പൊതുഗതാഗത വാഹനങ്ങളാണ് നിങ്ങൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സ് വേണം? അവിടെ 20 വയസ്സാണ് വേണ്ടത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇനി നമ്മളെ കുറച്ച് വകുപ്പുകളാണ് കേട്ടോ. ഇത് റാൻഡം ആയിട്ടുള്ള കുറച്ച് വകുപ്പുകളാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റുകൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഈ പറയുന്ന സിലബസിനകത്തുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു പോവാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന വകുപ്പുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വകുപ്പ് ചോദിച്ചാൽ 146 ഇത് കാണാതെ തന്നെ പഠിക്കുക. ഓക്കെ. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് ചോദിച്ചാൽ അത് 146. എന്നാൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ഏത് വകുപ്പ് പ്രകാരമാണ് പിഴ ചുമത്താമെന്ന് ചോദിച്ചാൽ അത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം 177 ആണ്. അപ്പൊ 146 ആണെന്നുണ്ടെങ്കിൽ അത് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. എന്നാൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ഏത് വകുപ്പ് പ്രകാരം പിഴ ചുമത്താമെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അത് 177 പ്രകാരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, പിഴ ചുമത്താനായിട്ട് കഴിയുക. ഓക്കെ. അപ്പോ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ഏത് വകുപ്പ് പ്രകാരമാണ് നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം പിഴ ചുമത്താനായിട്ട് കഴിയുക? അത് 177 ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിശ്ചിത വേഗപരിധി ലംഘിച്ചാൽ ഓവർ സ്പീഡ്, അല്ലെ, ഓവർ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ്, ഓക്കെ, സ്പീഡ് ലിമിറ്റ് ഇത് ലംഘിച്ചാൽ ഏത് വകുപ്പ് പ്രകാരമാണ് പിഴ ചുമത്തുന്നത്? അത് 183 ആണ്. മക്കളെ ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ, കാര്യം ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ലാത്തതാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ 146, ഗതാഗത നിയമം ലംഘിച്ചാൽ 177, നിശ്ചിത വേഗപരിധി സ്പീഡ് ലിമിറ്റ് തെറ്റിച്ചാൽ അത് 183. സെറ്റല്ലേ? ഇത് 3 വകുപ്പുകളൊക്കെ കാണാതെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ആയതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ശിക്ഷ ഡ്രങ്കൻ ഡ്രൈവ് എന്ന് പറയും. ഓക്കെ, DD എന്ന് അല്ലെങ്കിൽ ഡ്രങ്കൻ ഡ്രൈവ് എന്ന് പറയും. അപ്പോ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ശിക്ഷ ചോദിച്ചാൽ അത് വകുപ്പ് 185 ആണ്. ഓക്കെ. അപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 185ാമത്തെ വകുപ്പ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 185 പ്രകാരമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമത്തിലെ പാദയാത്രക്കാർ, നമ്മുടെ ഈ പറയുന്ന റോഡ് ട്രാവലേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പദയാത്രക്കാരെന്നോ ഒക്കെ പറയാം. അപ്പൊ പാദയാത്രക്കാരുടെ സുരക്ഷ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ 138 ആണ്. ഓക്കെ. എന്ന് വെച്ചാല് ഈ റോഡിൽ കൂടി നടന്നു പോകുന്നവരുടെ മേത്തോട്ട് ഈ വണ്ടി ഓടിച്ച് കയറ്റുക, അവരുടെ മേത്തോട്ട് വണ്ടി കയറ്റുക, അല്ലെങ്കിൽ റോഡിൽ കിടന്ന് ഈ അഭ്യാസം കാണിച്ചുകൊണ്ട് ഈ പാദയാത്രക്കാരുടെ സേഫ്റ്റി നഷ്ടപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഒരു വകുപ്പുണ്ട്, അത് 138 ആണ്. ഓക്കെ. അടുത്തത്, അപ്പൊ ഇത്രയും വകുപ്പുകൾ ഓക്കെ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ 5 വകുപ്പുകളുണ്ട്. ഈ 5 വകുപ്പും ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞത്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വെഹിക്കിൾ ഇൻഷുറൻസ് ആണെങ്കിൽ ഏത് വകുപ്പാണ്? അത് 146 ആണ്. എന്നാൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ 177, അതിനുള്ള പിഴയാണ് 177 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിശ്ചിത വേഗപരിധി ലംഘിച്ചാൽ, വേഗപരിധി ഓവർ സ്പീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 183 ആണ് ഓവർ സ്പീഡിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, വാഹനം ഓടിക്കുകയാണെങ്കിൽ അത് 185 ആണ്. 138 എന്താണ് പറയുന്നത്? മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ പദയാത്രക്കാരുടെ അല്ലെങ്കിൽ പാദയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് 138 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്
ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഫോറം 1 ആണ്. എന്താണ്? ഫോറം 1. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന രൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോറം 1. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന രൂപം ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ ഫോറം 1 ആണ്. അതുപോലെ തന്നെ സർവീസിംഗ്. എന്താണ്? സർവീസിംഗ് വാഹനങ്ങളിൽ മെട്രോ റോഡുകളിലായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള വകുപ്പാണ് 96ാമത്തെ വകുപ്പ്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സർവീസിംഗ് വാഹനങ്ങളില് മെട്രോ റോഡുകളിലായിട്ടുള്ള നിയന്ത്രണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 96 ആണ്. 96 എന്താണ്? സർവീസിംഗ് വാഹനങ്ങളിൽ മെട്രോ റോഡുകളിലായിട്ടുള്ള നിയന്ത്രണം 96. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ വെഹിക്കിൾ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. വാഹനങ്ങളും എടുത്താൽ മാത്രം പോരാ, അതിന്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ വെഹിക്കിൾ ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ചോദിച്ചാൽ 56ാം വകുപ്പാണ്. ഓക്കെ, അപ്പോൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ 56ാമത്തെ വകുപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിന് ഇരട്ടിപ്പിഴ അല്ലെ, ഇരട്ടപ്പിഴ എന്നൊക്കെ പറയാം. അപ്പൊ ഈ പറയുന്ന ഇരട്ടപ്പിഴ ഏത് ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 2019 ഭേദഗതി. അതാണ് ഞാൻ പറഞ്ഞത് 1988 മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഒക്കെ നിലവിൽ ഇരട്ടിപ്പിഴയാണ് നമുക്കുള്ളത് അല്ലെ. ഇരട്ടിപ്പിഴയും ഇരട്ടിയുടെ മുകളിലോട്ടുള്ള പിഴയൊക്കെയാണ് നമുക്കിപ്പോ നിലവിൽ കിട്ടുന്നത്. അപ്പൊ ഈ പറയുന്ന ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ അതിന് ഇരട്ടപ്പിഴ ഏത് ഭേദഗതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 2019 മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഭേദഗതി അമെന്റ്മെന്റ് ബില്ലിനാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഇതിനകത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതെന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണേ? അതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ എന്താണ് പറഞ്ഞത്? മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അതിനു മുമ്പ് നമ്മൾ വർഷം പറഞ്ഞു 1988 എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. 1989 ഇത് നിലവിൽ വരുന്നുണ്ട്. 2019 എന്ത് ചെയ്യുന്നു? ഇത് ഭേദഗതി ചെയ്യുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, വെഹിക്കിൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ട്രാഫിക് നിയമ ലംഘനം അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചാൽ എന്താണ് അതിന്റെ ശിക്ഷാ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ അതിന്റെ ശിക്ഷാ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പറയുന്ന മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ അത് പാസ്സായത് 1988 പാസ്സാവുന്നു. 1989 നിലവിൽ വരുന്നു. 2019 എന്ത് ചെയ്യുന്നു? 2019 അത് ഭേദഗതി ചെയ്യുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. ലേണേഴ്സ് ലൈസൻസ് 16 വയസ്സിൽ എടുക്കാം. എന്നാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആണെങ്കിൽ അത് നമുക്ക് എത്ര വയസ്സിൽ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ? 20 വയസ്സിൽ അത് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് സെക്ഷൻസ് പഠിച്ചല്ലേ. ഈ സെക്ഷൻസ് ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്താണ്? ഇൻഷുറൻസ്, നിയമലംഘനം, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിന്റെ പോയിന്റുകൾ ഞാൻ അതിന്റെ വകുപ്പുകൾ ഇപ്പോഴേ പറഞ്ഞു തന്നത്. അപ്പൊ ഈ പറയുന്ന വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ചോദിച്ചാൽ 146 ആണ്. അതിന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ 177 ആണ്. ഓവർ സ്പീഡ് അല്ലെങ്കിൽ എന്താണ് വേഗപരിധി ലംഘിച്ചാൽ അത് 183ാമത്തെ വകുപ്പിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 185ാം വകുപ്പിനകത്ത് വരുന്നുണ്ട്. മോട്ടോർ വാഹന നിയമത്തിലെ പാദയാത്രക്കാരുടെ സുരക്ഷയാണെന്നുണ്ടെങ്കിൽ അത് 138 ആണ്. ഡ്രൈവിംഗ് ലൈസൻസിന് ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന രൂപം ചോദിച്ചാൽ അത് ഫോറം 1 ആണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മുടെ സർവീസിംഗ് വാഹനങ്ങൾ മെട്രോ റോഡുകളിലായിട്ടുള്ള നിയന്ത്രണത്തിനെ കുറിച്ചുള്ള വകുപ്പാണെങ്കിൽ അത് 96ാമത്തെ വകുപ്പാണ്. വാഹനങ്ങളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 56ാമത്തെ വകുപ്പാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിന് ഇരട്ടപ്പിഴ ഭേദഗതി ഏത് ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് 2019 ഭേദഗതിയിലാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വാഹന നിയമം പാസാക്കിയ വർഷം ഞാൻ പറഞ്ഞു. എപ്പോഴാണ്? 1988 എന്നാൽ ഇത് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡേറ്റ് കൂടി പഠിച്ചു വയ്ക്കുക. 1989 ജൂലൈ 1 1989 ജൂലൈ 1 എന്ത് ചെയ്യുന്നു? ഇത് നിലവില് വരുന്നുണ്ട്. മോട്ടോർ വാഹന നിയമം പാസാക്കിയ സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ രാജേഷ് പൈലറ്റ് ആണ്. എന്താണ്? രാജേഷ് പൈലറ്റ് ആണ് കേട്ടോ. അപ്പൊ മോട്ടോർ വാഹന നിയമം പാസാക്കിയ സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജേഷ് പൈലറ്റ് ആണ് എന്ത്
കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പൊ ഈ ഉത്തരം നിങ്ങൾ കണ്ടെത്തി കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ഒരു കാര്യം കൂടി കമന്റ് ചെയ്യുക. നിലവിലത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരിനകത്ത് പഠിപ്പിച്ചതാണ്. അപ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രം പോരല്ലോ, നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി എനിക്ക് കാണണം. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തവർ കണ്ടെത്തി അറിയിക്കുക, ഓർമ്മയുള്ളവർ ആ കോഡും കൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ മോട്ടോർ വാഹന നിയമം പാസാക്കിയ സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേര് ചോദിച്ചാൽ രാജേഷ് പൈലറ്റ് ആണ്. നമ്മുടെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 പ്രകാരം 1988 നിയമത്തിൽ ഭേദഗതി എന്ത് ചെയ്തിട്ടുണ്ട്, വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വാഹന രജിസ്ട്രേഷൻ, ഡ്രൈവർമാർ, കണ്ടക്ടർമാർ ഇവർക്കുള്ള ലൈസൻസ്, പെർമിറ്റുകളുടെ, മോട്ടോർ വാഹനങ്ങളുടെ നിയന്ത്രണം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ, ട്രാഫിക് നിയന്ത്രണം, ഇൻഷുറൻസ് ബാധ്യത, ലൈബിലിറ്റി, കുറ്റകൃത്യങ്ങൾ, പിഴകൾ തുടങ്ങിയവ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 പാസ്സാക്കിയതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത്. മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഗവൺമെന്റ് ഈ പറയുന്ന സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് എന്ത് ചെയ്യുന്നത് 1989 പാസ്സാക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ MV ആക്ട് എന്നൊക്കെ പറയുന്നത്. ഈ നിയമം എന്താണ്, ഇന്ത്യ മുഴുവൻ എന്താണ് ഈ നിയമം ബാധകമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് എവിടെ ബാധകമാണ്, ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത്. മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് കേരള മോട്ടോർ വെഹിക്കിൾസ് റൂൾസും എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സാക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് മാത്രമല്ല ഉള്ളത്, നമുക്ക് എന്തുണ്ട്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസും ഉണ്ട് കേട്ടോ. അപ്പോൾ കേരള മോട്ടോർ വെഹിക്കിൾസ് റൂൾസും ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഏത് വർഷമാണ് പാസ്സാക്കുന്നത്, അതും 1989 എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. സെറ്റല്ലേ ഇത്രയും കാര്യങ്ങൾ മോട്ടോർ വെഹിക്കിൾ റൂൾസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും വലിയ ഡൗട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓക്കെ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മതി. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഡ്രൈവിംഗിന്റെ അല്ലെങ്കിൽ ഡ്രൈവർ ക്ലാസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, കമന്റുകളായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് തന്നെയാണ് തീർച്ചയായിട്ടും എന്നെ വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പറയുന്ന ഫയർഫോഴ്സിന്റെ ഡ്രൈവർ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഡിസംബർ 16 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. CPO WCPO ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ, മോട്ടോർ വെഹിക്കിൾ ആക്ട് സെറ്റ് അല്ലേ? വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡ്രൈവറിന്റെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ കൂടി നമുക്ക് അങ്ങ് പഠിച്ച് സെറ്റ് ആകാം. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സപ്പോർട്ട് എല്ലാം ചെയ്ത് എന്റെ കൂടെ തന്നെ തിരിച്ചുണ്ടാവുക. അപ്പൊ എന്തായാലും ഇതുപോലുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രൈവർ ബാച്ചിലേക്ക് കൃത്യമായിട്ട് എല്ലാവരും, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും ഡ്രൈവർ ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിന്റെ ബാക്കി ഫോളോ അപ്പ് ആയിട്ടുള്ള ബാക്കി ക്ലാസ്സുകളും, അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ്, മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരിക നമ്മുടെ ഈ പറയുന്ന ബാച്ചിലായിരിക്കും. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയാവും. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.